ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുണ്ട്, എല്ലാവർക്കും സുഖമാണോ? പിന്നെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഒരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. അതും വെറും ട്രാവലിംഗ് അല്ല, ഗേൾസ് ട്രിപ്പാണ്. നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഒരു കോഴിക്കോട് യാത്ര പോകാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായി ഇങ്ങനൊരു യാത്ര പോകണമെന്ന് ആഗ്രഹിക്കുന്നു. അവസാനം നമ്മുടെ ആ ഒരു ദിവസം എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 6 പേരാണ് മൊത്തത്തിലുള്ളത്. അപ്പോൾ നമ്മൾ 6 പേരും ഒന്നിച്ചടങ്ങുന്ന ഒരു യാത്രയാണിത്. ശരിക്കും ഈ ഒരു യാത്ര അടിപൊളിയായിരുന്നു. നമ്മുടെ അതേ വൈബിലുള്ള ആൾക്കാരുടെ ഒന്നിച്ച് യാത്ര ചെയ്യാൻ തന്നെ എന്തൊരു രസമായിരുന്നു എന്നറിയോ. അങ്ങനെ സീറ്റൊക്കെ കിട്ടിയതിന് ശേഷം നമ്മൾ ഒരു അഭ്യർത്ഥിക്കട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു സാധനത്തിന് എന്താണ് പറയല്, കമൻറ്റ് ചെയ്യട്ടോ. അതിനുശേഷം നമുക്ക് കുറച്ച് ബുക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, വെറുതെ ഇരിക്കുമ്പോൾ വായിക്കാൻ വേണ്ടിയിട്ട്. ഓരോ സ്റ്റോറി ബുക്കും നോവൽസും അങ്ങനെയൊക്കെയുള്ള ഓരോ ബുക്സാണ്. അങ്ങനെ വായിക്കുന്ന ഓരോ ദൃശ്യങ്ങളാണിത്. അങ്ങനെ നമ്മുടെ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കലാണ്. അപ്പോൾ ഓരോരുത്തർ അവർക്ക് വേണ്ടത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് പത്തിരിയും ചിക്കൻ കറിയുമാണ്. അങ്ങനെ അത് മുന്നിലെത്തിയിട്ടുണ്ട്. ഓരോരുത്തർ ഓരോന്ന് വേണ്ടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഐറ്റംസ് ഒന്നും ഇല്ല, പൊറോട്ടയും നൈസ് പത്തിരിയും പിന്നെ വേറെന്തോ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്തത് സരോവരം പാർക്കിലേക്കാണ് കേട്ടോ. ശരിക്കും നമ്മൾ എത്തിയത് ഒരു 11:30 ആ ഒരു ടൈമിലാണ് കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിശ്രമിക്കാൻ പറ്റിയ പാർക്കാണ്, കണ്ടൽക്കാടാണ്. പിന്നെ ജിം ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഈ ഒരു പാർക്കിൽ അടങ്ങിയിട്ടുണ്ട്, ഫ്രീ ആണ്. നല്ല ചൂട് വെയിലായതുകൊണ്ട് തന്നെ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു പാർക്കിൽ നല്ല തണലാണ് കേട്ടോ, നല്ല കാറ്റും പിന്നെ കാടിൻ്റെ പ്രകൃതി ഭംഗിയും ഒക്കെ കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. പിന്നെ ഈ ഒരു ബ്രിഡ്ജ് കാണാൻ വേറെ തന്നെ ഒരു ഭംഗിയുണ്ട്. അങ്ങനെ അതും കൂടി കാണിച്ചു തന്നതാണ് കേട്ടോ. അങ്ങനെ വെയിലൊക്കെ താണതിന് ശേഷം നമ്മൾ നേരെ ഇവിടുത്തെ ഫേമസ് ആയ റഹ്മത്ത് ഹോട്ടലിലേക്കാണ് പോകുന്നത്. അപ്പോൾ പുതിയതായിട്ടുള്ള റഹ്മത്ത് ഹോട്ടലിലേക്കാണ് നമ്മൾ കയറിയിട്ടുണ്ടായത്. ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് ഇവിടെ ടോക്കനൊക്കെ എടുത്തിട്ട് വേണം കയറാൻ കേട്ടോ. അപ്പോൾ AC ഏരിയയിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായത് ബിരിയാണിയാണ് മെയിൻലി. പലതരം ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. ചെമ്മീൻ ബിരിയാണി, കൂന്തൽ ബിരിയാണി, ബീഫ് ബിരിയാണി. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായത് ബീഫ് ബിരിയാണി ആയിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് പപ്പടവും ചിക്കൻ ഫ്രൈ അല്ല കബാബാണ്. പിന്നെ എൻ്റെ സിസ്റ്ററിന് ചപ്പാത്തിയും മതി എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഗ്രേവിയും ഉണ്ട് കേട്ടോ. ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ബീഫ് ബിരിയാണിയാണ് കേട്ടോ, എൻ്റെ ഫേവറേറ്റും ആണ്. അപ്പോൾ എങ്ങനെ തുടങ്ങല്ലേ? ടേസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയാൻ വാക്കുകളില്ല, അത്ര അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല മംഗലപ്പുറത്ത് നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ബിരിയാണിയാണ്. ഒറ്റ പീസേ ഉള്ളെങ്കിലും അത് തന്നെ ധാരാളം. നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള പീസായിരുന്നു. നല്ലതുപോലെ തന്നെ ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അധികം മടുപ്പൊന്നും ഉണ്ടായിട്ടില്ല. സാധാരണഗതിയിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ അധികം ഫുഡ് കഴിക്കാറില്ല, പ്രത്യേകിച്ചും ബിരിയാണി. അത് വേറൊന്നും കൊണ്ടല്ല, ഒരു ഇറിറ്റേഷൻ ആണെന്നുണ്ടാകും. പക്ഷെ ഇത് കഴിച്ചപ്പോൾ അങ്ങനെ തോന്നിയില്ല കേട്ടോ. കൂടെ തന്നെ നല്ല ലൈം ടീ ഉണ്ടായിരുന്നു. അങ്ങനെ അതും കൂടി കുടിച്ചപ്പോൾ സെറ്റ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയ കുറച്ച് ദൃശ്യങ്ങളാണ് ഈ കാണിക്കുന്നത്. പിന്നെ നമ്മൾ പോയ നേരെ മുട്ടായി തിരിയുള്ളതാണ് കേട്ടോ, അതായത് SM സ്ട്രീറ്റ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ വാങ്ങേണ്ടതെന്ന് മനസ്സിലാവില്ല, അത്രയ്ക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. ഓരോ കടകളിലും ഓരോ ഓഫേഴ്സാണ് കേട്ടോ. ചില ഓഫർ കേട്ടിട്ട് ഓരോ ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. ഒന്നും കാണാനുണ്ടാവില്ല, നമുക്ക് പറ്റിയ സംഭവങ്ങളുണ്ടാവില്ല. അപ്പോൾ ഓഫർ കേട്ടിട്ട് പോകാത്തായിരിക്കും നല്ലത്. അങ്ങനെ ഒരുപാട് നടത്തത്തിന് ശേഷം നമ്മളൊരു ജ്യൂസ് കടയിൽ കയറിയതാണ്. ഇവിടെ ഒന്ന് റിലാക്സ് ചെയ്ത് ഒരു തണുത്ത മൊജിറ്റോ കഴിക്കാൻ വിചാരിച്ചു. അപ്പം ഞാൻ ഇവിടുത്തെ വാട്ടർമെലൺ മൊജിറ്റോ ട്രൈ ചെയ്തു. സംഗതി അടിപൊളിയാണ്, നല്ല ഫ്രഷിങ് ആണ് കേട്ടോ. റിഫ്രഷ്മെൻ്റ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ടൈം ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. വേറെ 2 സ്ഥലത്തൊക്കെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ പോകാൻ കഴിഞ്ഞിട്ടില്ല. SM സ്ട്രീറ്റിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ടൈം പോകുന്നൊന്നും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ സംഭവത്തിലേക്ക് പോയതിന് ശേഷം നേരെ ട്രെയിനിലേക്ക് കയറി. അവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ അടുത്തായിരുന്നു. കിട്ടിയ ട്രെയിനാണെങ്കിൽ ഫുള്ള് ആളാണ് കേട്ടോ, അത്രയും തിക്കും തിരക്കുമായിരുന്നു.
അങ്ങനെ കുറേ മുന്നോട്ട് നടന്ന് അതിനുശേഷം നമുക്കൊരു സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ട്രെയിനിൽ കയറിയിട്ടുണ്ടായ സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ യാത്ര അവസാനിച്ചല്ലോ എന്നുള്ളതാണ്. നമ്മൾ ബീച്ചിലും പിന്നെ അതുപോലെ തന്നെ മ്യൂസിയത്തിലൊക്കെ കയറണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു, നടന്നില്ല. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം നോക്കാം എന്നുള്ള രീതിക്ക് നമ്മൾ ട്രെയിൻ ഇറങ്ങി നമ്മുടെ സ്വന്തം നാടായ കണ്ണൂരിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ചായയും കുടിച്ച് എല്ലാവരും പിരിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ല കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ഫ്രം ഷെറിൻ സ്റ്റോക്ക്.